കൊല്ലങ്കോട് പട്ടികവർഗ ഓഫീസിൽ നിന്നും ജില്ലാ ഓഫീസിലേക്ക് കൊടുത്തുവിട്ട അപേക്ഷകൾ യാക്കരപ്പുഴയിൽ ഉപേക്ഷിക്കപ്പെട്ട സംഭവത്തിൽ സർക്കാർ കുറ്റക്കാരെ രക്ഷിക്കുകയാണെന്ന് ദളിത് ഫ്രണ്ട് പ്രസിഡന്റ് IK ബാബു. വീട്, സ്ഥലം, പഠനമുറി, ശുചിമുറി എന്നിവയ്ക്കായി കാലങ്ങളായി അപേക്ഷ നൽകുന്നുണ്ടെങ്കിലും ഇവയൊന്നും അധികൃതർക്ക് മുൻപിൽ എത്തുകയോ അംഗീകാരം കിട്ടുകയോ ചെയ്യാറില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമതരെ സഹായിക്കുമെന്നും ബാബു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സർട്ടിഫിക്കറ്റുകൾ കാണാതായ സംഭവത്തിന് ഉത്തരവാദിത്തം ഒരു പട്ടികവർഗക്കാരനിൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ഇടതു വലതു മുന്നണികളും BJPയും പട്ടികജാതി പട്ടികവർഗക്കാരെ വോട്ടർമാരായി മാത്രം കാണുന്നവരാണ്. 2024 ജൂലൈയിൽ വിദ്യാഭ്യാസാനുകൂല്യത്തിനായി നൽകിയ 13 പേരുടെ അപേക്ഷകളാണ് യാക്കരപ്പുഴയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കണ്ടെത്തിയ അപേക്ഷകളിൽ മുഴുവൻ പേർക്കും ധനസഹായം നൽകിയെന്ന അധികൃതവാദം തെറ്റാണ്. സർട്ടിഫിക്കറ്റുകൾ കാണാതായ സംഭവത്തിലെ പ്രധാന ഉത്തരവാദി കൊല്ലങ്കോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസറാണ്. സർക്കാർ നടപടി നേരിടാതിരിക്കാൻ ഉത്തരവാദിത്തം ഒരു പട്ടികവർഗക്കാരന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ഭൂരഹിതരായ ആരും കേരളത്തിലില്ലെന്ന സർക്കാർ വാദം തെറ്റാണ്. ഉന്നതികളിൽ ഊരുമൂപ്പന്മാരുടെ നിരവധി പേർക്ക് ഭൂമിയും വീടുമില്ല. മുഖ്യ രാഷ്ട്രീയ കക്ഷികൾ ആദിവാസി ദളിത് സമൂഹത്തെ വഞ്ചിക്കുകയാണെന്നും ബാബു പറഞ്ഞു. പോത്തുണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഉന്നതിയിലെ മൂപ്പനാണ്. അദ്ദേഹത്തിന് സ്വന്തമായി കിടക്കാടവും ഇല്ല, വീടുമില്ല. എത്ര അപേക്ഷകൾ വെച്ചു? ഇല്ല, വെച്ചിട്ടില്ലേ? അപേക്ഷകൾ വെച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ അവസ്ഥ ഈ ഗവൺമെന്റ് തന്നെയാണ് പറയുന്നത്. പട്ടികവർഗക്കാരുടെ പട്ടികാധികാരുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാരെല്ലാം വെച്ച് ഭൂരഹിതമായ കേരളം ഞങ്ങൾ സൃഷ്ടിച്ചു. ഇതടിസ്ഥാനത്തിലാണ് ഇവർ പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ മേൽ വന്നിട്ട് നിങ്ങൾക്ക് എത്ര നാൾ ഈ മാധ്യമപ്രവർത്തകരായിരിക്കും നിങ്ങൾ ഇതെടുത്തിട്ട് പൊതുജനങ്ങളിലേക്ക് ഈ വിഷയങ്ങൾ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന അപേക്ഷ പ്രോത്സാഹന സഹായമായ അപേക്ഷ ഉദ്യോഗസ്ഥന്മാർ കാണിച്ചിരിക്കുന്ന ഈ നിലപാടിനെതിരെ ശക്തമായി പ്രതികരിച്ചത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ ഇവിടുത്തെ BJPക്കാരോ ഇവിടുത്തെ മാധ്യമങ്ങളാണ്. നിങ്ങളാണ് സ്വയമായിട്ട് ഓരോ പത്രക്കാരും ഓരോ മീഡിയക്കാരും ഇതെടുത്ത് കഴിഞ്ഞ നാളുകളിലൊക്കെ വെച്ചിരിക്കുന്നത്. അതെന്താണ്? നിങ്ങൾക്ക് ഞങ്ങളോട് പറഞ്ഞു. അതുപോലെ ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ മാറി വരുന്ന ഭരണകൂടത്തില്ല. ഇവിടുത്തെ BJP ഇതിനെപ്പറ്റി സംസാരിച്ചോ? തെരഞ്ഞെടുപ്പല്ലേ, അവർ വോട്ട് മതി. ഇവിടുത്തെ കോൺഗ്രസ് സംസാരിച്ചോ? പ്രതിപക്ഷം സംസാരിച്ചോ? ഇവിടുത്തെ ഭരണമുന്നണി സംസാരിച്ചോ? ഇതിന്റെ ആരെങ്കിലും നേതാക്കന്മാർ ഈ വിഷയത്തിൽ ഇടപെട്ടോ? സർക്കാരിന്റെ STയുടെ ഫണ്ട് അതിന്റെ അപേക്ഷ കൊടുത്തിരിക്കുന്ന ആ സാധനമാണ് നമ്മളെ ചവിട്ടുകൊട്ട കൊടുക്കുവാണെങ്കിൽ അതിന് ചെളിയേലും പറ്റിയെന്ന്. ഇതൊരു ദുർഗതമായ ഒരു വാറിന്റെ അതായത് യാക്കര പാലത്തിന്റെ സമീപം ഒരു ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഉദ്യോഗസ്ഥൻ ലൈൻ വലിച്ചു പോയ സമയത്ത് കറണ്ടിന്റെ ഇതിനു വേണ്ടി ചിലപ്പോൾ കിട്ടിയിട്ട് വഴിയാണ് അത്രയും കുട്ടികളുടെ അപേക്ഷ. ഇതിനകത്ത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി എടുക്കാത്ത പക്ഷം ഈ ഇലക്ഷന് മുമ്പ് പാലക്കാട് കളക്ടറേറ്റ് ദളിത് ഫ്രണ്ട് DFI എന്ന് പറയുന്ന സംഘടന ശക്തമായ സമര പരിപാടികൾ ഞങ്ങൾ ഈ ഇലക്ഷൻ ഒന്നും ഞങ്ങളെ സംബന്ധിച്ചൊരു വിഷയമല്ല. സർക്കാർ ഈ കാര്യത്തിന് അടിയന്തരമായ നടപടി എടുക്കണം. സെക്രട്ടറി കുഞ്ഞുമോൻ, ഭാരവാഹികളും ഊരുമൂപ്പന്മാരുമായ ഗോപി, ബിജു, ഗോപാലകൃഷ്ണൻ, മണികണ്ഠൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.